ആദ്യത്തെ ജാവ പ്രോഗ്രാം എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഒരു ലളിതമായ ജാവ പ്രോഗ്രാം എഴുതുന്നത്, ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നത്, ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്, ജാവയിൽ പിന്തുടരുന്ന നേമിംഗ് കൺവെൻഷൻസ്, ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുണ്ടു വെർഷൻ 1110, ജെഡികെ 1.6. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി ജെഡികെ 1.6 ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ജാവ പ്രോഗ്രാം എഴുതാം. അതിനായി ടെർമിനലും ടെക്സ്റ്റ് എഡിറ്ററും ആവശ്യമുണ്ട്. ഞാൻ ടെക്സ്റ്റ് എഡിറ്റർ ആയി gedit ഉപയോഗിക്കുന്നു. ആദ്യമായി ടെക്സ്റ്റ് എഡിറ്ററിൽ ഹെല്ലോ വർൾഡ് എന്ന ക്ലാസ് സൃഷ്ടിക്കുന്നു. ക്ലാസ് ഹെല്ലോ വർൾഡ് ടൈപ്പ് ചെയ്യുക. ക്ലാസിന്റെ പേരാണ് ഹെല്ലോ വർൾഡ്. എന്നിട്ട് തുറക്കുന്ന കർലി ബ്രാക്കറ്റ്, എന്റർ, അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ്. ഈ രണ്ട് ബ്രാക്കറ്റുകൾക്ക് ഇടയിലുള്ള കോഡ് ഹെല്ലോ വർൾഡ് ക്ലാസിന്റെ ഭാഗമാകുന്നു. മുകളിലുള്ള സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക. ഫയൽ ഇടയ്ക്കിടെ സേവ് ചെയ്യുന്നത് നല്ല ശീലമാണ്. സേവ് ആസ് ഡയലോഗ് ബോക്സ് കാണുന്നു. നിങ്ങളുടെ ഫയൽ സേവ് ചെയ്യാനുള്ള ലൊക്കേഷൻ ബ്രൗസ് ചെയ്യുക. ഇവിടെ ഹോം ഡയറക്ടറിയിൽ ഞാനൊരു ഫോൾഡർ സൃഷ്ടിക്കുന്നു. അതിന് ഡെമോ എന്ന പേര് നൽകുന്നു. എന്റർ പ്രസ് ചെയ്യുക. ഈ ഫോൾഡറിനുള്ളിൽ ഫയൽ സേവ് ചെയ്യുക. നെയിം ടെക്സ്റ്റ് ബോക്സിൽ ക്ലാസിന്റെ പേര് ടൈപ്പ് ചെയ്യുക. ജാവയിൽ ക്ലാസിന്റെ പേരും ഫയലിന്റെ പേരും ഒന്നായിരിക്കണം. ഓർക്കുക, നമ്മൾ ക്ലാസ് ഹെല്ലോ വർൾഡ് ആണ് സൃഷ്ടിച്ചത്. അതിനാൽ ഈ ഫയൽ hello world.java എന്ന് സേവ് ചെയ്യാം. ജാവ ഫയലിന് നൽകുന്ന എക്സ്റ്റൻഷനാണ് .java. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫയൽ സേവ് ചെയ്യപ്പെട്ടു. മെയിൻ മെത്തോട് ക്ലാസ്സിനുള്ളിൽ എഴുതുന്നു. ടൈപ്പ് ചെയ്യുക പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ പരന്തീസസ് പരന്തീസസിനുള്ളിൽ സ്ട്രിംഗ് arg സ്ക്വയർ ബ്രാക്കറ്റ്സ്. മെയിൻ ഫങ്ഷൻ പ്രോഗ്രാമിന്റെ തുടക്കം സൂചിപ്പിക്കുന്നു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് സ്ട്രിംഗ് എന്നിവ തുടർന്നുള്ള ട്യൂട്ടോറിയലുകളിൽ വിശദമാക്കാം. എന്നിട്ട് ഒരിക്കൽ കൂടി തുറക്കുന്ന കർലി ബ്രാക്കറ്റ്, എന്റർ പ്രസ് ചെയ്യുക, അടയ്ക്കുന്ന കർലി ബ്രാക്കറ്റ്. ഈ രണ്ട് കർലി ബ്രാക്കറ്റിനുള്ളിലെ കോഡ് മെയിൻ മെത്തോഡിന്റെ ഭാഗമാണ്. ഇപ്പോൾ ടെർമിനലിൽ ഒരു വരി കാണിക്കുന്നതിനുള്ള കോഡ് എഴുതാം. മെയിൻ മെത്തോഡിനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ പരന്തീസസ് സെമിക്കോളൻ. ഒരു വരി പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റാണിത്. പ്രോഗ്രാമിലെ ഒരു വരി അവസാനിപ്പിക്കുന്നതിനായി സെമിക്കോളൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ജാവയോട് എന്താണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് പറയാം. പരാൻതീസിസിനുള്ളിൽ ഡബിൾ quotesൽ മൈ ഫസ്റ്റ് ജാവ പ്രോഗ്രാം എക്സ്ക്ലമേഷൻ മാർക്ക്. സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക. ടെർമിനലിലേക്ക് പോകാം. നിങ്ങൾ hello world.java സേവ് ചെയ്ത ഡയറക്ടറിയിലാണ് നിൽക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ ഹോം ഡയറക്ടറിയിലാണ് നിൽക്കുന്നത്. സിഡി സ്പേസ് ഡെമോ ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. എൽഎസ് ഡെമോ ഫോൾഡറിൽ hello
world.java ഫയൽ കാണാം. കമ്പൈൽ ചെയ്യാനായി ജാവ-c സ്പേസ് helloworld.java ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക. നമ്മൾ സൃഷ്ടിച്ച ഫയൽ ഇത് കമ്പൈൽ ചെയ്യുന്നു. എറർ ഒന്നും കാണുന്നില്ല, അതായത് ഫയൽ കമ്പൈൽ ചെയ്യപ്പെട്ടു. helloworld.class ഫയൽ സൃഷ്ടിക്കപ്പെട്ടത് കാണാം. ഈ ഫയൽ എവിടെ വേണമെങ്കിലും റൺ ചെയ്യാൻ കഴിയുന്നു, അതായത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും. ജാവ കമ്പൈലർ തന്നെ വേണമെന്നില്ല. അതിനാലാണ് ജാവയെ റൈറ്റ് വൺസ് റൺ എനിവെയർ എന്ന് വിശേഷിപ്പിക്കുന്നത്. വിജയകരമായ കമ്പൈലേഷന് ശേഷം ഈ കമാൻഡ് ഉപയോഗിച്ച് പ്രോഗ്രാം റൺ ചെയ്യാം. ജാവ, ഇവിടെ C വേണ്ട, സ്പേസ് helloworld.java എക്സ്റ്റൻഷനും വേണ്ട. എന്റർ കൊടുക്കുക. ഔട്ട്പുട്ട് മൈ ഫസ്റ്റ് ജാവ പ്രോഗ്രാം എന്ന് ലഭിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ജാവ പ്രോഗ്രാം എഴുതിക്കഴിഞ്ഞു. എഡിറ്ററിലേക്ക് തിരിച്ചു പോവുക. ഈ സ്റ്റേറ്റ്മെന്റിന്റെ അവസാനത്തുള്ള സെമിക്കോളൻ നീക്കം ചെയ്യുക. സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ടെർമിനലിലേക്ക് തിരികെ പോവുക. ജാവ-c helloworld.java എന്ന കമാൻഡ് റൺ ചെയ്യുക. കമ്പൈലർ ഒരു എറർ കാണിക്കുന്നു. 5ാമത്തെ വരിയിൽ സെമിക്കോളൻ എക്സ്പെക്ടഡ് എന്ന് പറയുന്നു. അപ്പ് ആരോ എറർ സ്റ്റേറ്റ്മെന്റിലേക്ക് പോയിന്റ് ചെയ്യുന്നു. എഡിറ്ററിലേക്ക് തിരികെ പോകുക. ജാവയിൽ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും സെമിക്കോളനിൽ അവസാനിക്കുന്നു. അതിനാൽ 5ാമത്തെ വരിയിൽ സെമിക്കോളൻ കൊടുക്കുക. സേവ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കമ്പൈൽ ചെയ്യുന്നതിന് മുൻപ് സേവ് ചെയ്തിരിക്കണം. ടെർമിനലിലേക്ക് തിരിച്ചു പോവുക. ജാവ-c helloworld.java ഉപയോഗിച്ച് കമ്പൈൽ ചെയ്യുക. ഒരു എററും കാണാത്തതിനാൽ ഫയൽ വിജയകരമായി കമ്പൈൽ ചെയ്യപ്പെട്ടു. ജാവ helloworld കമാൻഡ് ഉപയോഗിച്ച് പ്രോഗ്രാം റൺ ചെയ്യുക. ഔട്ട്പുട്ട് മൈ ഫസ്റ്റ് ജാവ പ്രോഗ്രാം എന്ന് കാണുന്നു. ജാവയിൽ എറർ കൈകാര്യം ചെയ്യുന്നതിങ്ങനെയാണ്. ഈ പരമ്പര പുരോഗമിക്കുമ്പോൾ എററുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നതാണ്. ജാവയിലെ നെയിമിംഗ് കൺവെൻഷൻസ് നോക്കാം. ക്ലാസിന്റെ പേര് ക്യാമൽ കേസിൽ ആയിരിക്കണം. അതായത് ഓരോ പുതിയ വാക്കും അപ്പർ കേസിൽ തുടങ്ങണം. ഉദാഹരണം ക്ലാസ് ഹെല്ലോവർൾഡ്, ക്ലാസ് ചെസ് ഗെയിം. ഹെല്ലോയുടെ Hഉം വേൾഡിന്റെ Wഉം അപ്പർ കേസിലാണ്. അതുപോലെ ചെസ്സിന്റെയും ഗെയിമിന്റെയും Cയും Gയും അപ്പർ കേസിലാണ്. മെത്തോട് നെയിം മിക്സഡ് കേസിൽ ആയിരിക്കണം. അതിനർത്ഥം ആദ്യത്തെ വാക്ക് ലോവർ കേസിൽ തുടങ്ങണം. തുടർന്നുള്ള എല്ലാ പുതിയ വാക്കുകളും അപ്പർ കേസിൽ തുടങ്ങണം. അതുപോലെ മെത്തോട് നെയിം ഒരു വെർബ് ആയിരിക്കണം. ഉദാഹരണത്തിന് ഷോ, സ്ട്രിംഗ്, മെയിൻ, ഗോ ടു ഹെൽപ്പ്. ഇവിടെ ഷോയുടെ S ലോവർ കേസിലും സ്ട്രിംഗിന്റെ S അപ്പർ കേസിലും കാണുന്നു. വേരിയബിൾ നെയിം അക്കങ്ങളിൽ തുടങ്ങരുത്. ക്ലാസ്, മെത്തോട്, വേരിയബിൾ നെയിമുകൾക്ക് കീവേർഡ്സ് ഉപയോഗിക്കരുത്. ഉദാഹരണത്തിന് പബ്ലിക്, പ്രൈവേറ്റ്, വോയിഡ്, സ്റ്റാറ്റിക് അങ്ങനെയുള്ള കീവേർഡ്സ് ഉപയോഗിക്കരുത്. ഇവിടെ ഒരു ജാവ പ്രോഗ്രാം എഴുതി കമ്പൈൽ ചെയ്ത് റൺ ചെയ്യാൻ പഠിച്ചു. അതുപോലെ ജാവയിലെ നെയിമിംഗ് കൺവെൻഷൻസും. സ്വയം വിലയിരുത്താനായി ഇങ്ങനെ പ്രിന്റ് ചെയ്യാനുള്ള ജാവ പ്രോഗ്രാം എഴുതുക. ജാവ ഫയൽ നെയിം ആൻഡ് ക്ലാസ് നെയിം should be same. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു.
നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.orgൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.